welcome back to my YouTube channel Views of Chinmay. So hope you all are doing well. So എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ എൻ്റെ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകാം കേട്ടോ. സോ ഐ ഗോട്ട് മൈ ഫസ്റ്റ് ജോബ്. കാര്യം എൻ്റെ UG ഒക്കെ ഇപ്പോൾ കഴിഞ്ഞുള്ളൂ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. സോ എനിക്ക് PGക്ക് പോകാൻ ഇനി കുറച്ച് ടൈമുണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ജോബിൻ്റെ ഒരു ഇത് വന്നത്. ഞാനിപ്പോൾ സെയിൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു 1 മന്തിൽ, അതായത് എനിക്കൊരു 1.5 മന്താണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു മിസ്സിൻ്റെ സബ്ബായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ മിസ് വരുമ്പോൾ ഞാൻ ഇറങ്ങും. അപ്പോഴത്തേക്കും എൻ്റെ PGയും സ്റ്റാർട്ടാവും. എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കട്ടെ. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ലൈഫ് ഗോ ത്രൂ, ഐ ഡോണ്ട് നോ വാട്ട് എവർ. സോ ഒരുപാട് ബ്ലാ 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 ഞാൻ പറയുന്നില്ല. സോ അപ്പോൾ ഇത് ഞാൻ സ്കൂളിൽ പോയിട്ട് വന്ന വഴിക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. രാവിലെ എനിക്ക് എടുക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. സോ മേ ബി എൻ്റെ ഫേസൊക്കെ ഭയങ്കര ടയേർഡായിട്ടായിരിക്കും ഇരിക്കണം, ഐ ഡോണ്ട് നോ. ആൻഡ് എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറന്നുപോയത്. അങ്ങനെയാണെങ്കിലാണ് ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് വരുള്ളൂ. ബൈ, ലവ് യു ഓൾ. ഫസ്റ്റ് ഡേ എനിക്ക് അങ്ങനെ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. Hey everyone, this is my second day in St. Joseph Public School. So ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇന്നോട്ട് എനിക്ക് കുർത്താസൊക്കെ ഇടാം കേട്ടോ. ബട്ട് മുടി ഉണങ്ങിയിട്ടില്ല, അപ്പോൾ ഇത് ഉണങ്ങുമ്പോൾ നമുക്ക് കെട്ടി വയ്ക്കാം. അപ്പോൾ എന്താണ്, പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ പഞ്ചിങ് ചെയ്തതേ സ്കൂളിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഫസ്റ്റ് പീരീഡ് എനിക്ക് പൊതുവേ ക്ലാസ് ഇല്ല. സെക്കൻഡ് പീരീഡ് എനിക്ക് 8th അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇതൊരു വേറെ ദിവസമാണ് കേട്ടോ. ഞാൻ കംപ്ലീറ്റ്ലി സെയിം ഡേ അല്ല ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് നെക്സ്റ്റ് സെക്കൻഡിലാട്ടോ ക്ലാസ്. അങ്ങനെ ഞാൻ കുറച്ച് നോട്ട്സ് ഒക്കെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം എൻ്റെ ഡൗട്ടൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ചും കൂടി നോട്ട്സ് ഒക്കെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്കുന്ന കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത്. എല്ലാ ഡേയൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ 8th പിള്ളേരാട്ടോ ഇതൊക്കെ. ഹലോ. സോ ടുഡേ ഞങ്ങൾക്കൊരു പാരൻ്റ് ഓറിയൻറ്റേഷൻ ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും സാരി എടുത്തിട്ട് വരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒരു സാരി അങ്ങ് എടുത്തു. സോ ഇത് അമ്മയുടെ ഒരു പഴയ സാരി. എന്നോട് സാരി സ്റ്റോക്കൊക്കെ തീർത്തു, സാരിയൊന്നുമില്ല. ആൻഡ് എനിക്ക് സ്വന്തമായിട്ട് ബ്ലൗസ് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സാരിയൊക്കെ എടുത്തു. സോ അങ്ങനെ മുടി ഉണങ്ങിയിട്ടില്ല, മുടി ഒന്ന് കെട്ടി വയ്ക്കണം പുറകിലേക്ക്. അപ്പോൾ അത്രയുള്ളൂ. സോ ഇന്ന് ഓറിയൻറ്റേഷൻ ക്ലാസ്സിനൊക്കെ പോയിട്ട് വരാം. എനിക്കല്ല, പാരൻസിന്. അപ്പോൾ ഒരു ചെറിയ പരിപാടിയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ മെറിറ്റ് അവാർഡും കാര്യങ്ങളും ഉണ്ട് 10th and 12th പാസ് ഔട്ടായ കുട്ടികൾക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ. സോ ഇന്ന് നമ്മളിപ്പോൾ ഒരു 2 വീക്ക് കഴിഞ്ഞു സെൻറ്റ് ജോസഫിൽ. ആൻഡ് ഇതാണ് എൻ്റെ ഒരു 1 മന്ത് വ്ളോഗ് ആൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും എല്ലാം കാണാൻ ശ്രമിക്കുക. ഓക്കെ. ഇന്ന് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഓറിയൻറ്റേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അധികം വ്ളോഗൊന്നും എടുത്തില്ല. പിന്നെ ഇത് നമ്മുടെ സെക്കൻഡിലെ കുട്ടികളാണ് കേട്ടോ. അങ്ങനെ ചുമ്മാ ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോ എടുക്കും. അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അതേ വന്നതാട്ടോ എല്ലാം കൂടി. അങ്ങനെ ഇത് പിള്ളേരുടെ ഒപ്പം വീഡിയോസൊക്കെ എടുത്തു. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്പെഷ്യലായിട്ടുള്ള ജോബാണ്. എനിക്കൊരു 1 മന്ത് ആണെങ്കിലും ശരിക്കും ഭയങ്കര ഒരു ഫീലായിരുന്നു. കുട്ടികളുടെ മിസ്സേ വിളിയും ഗുഡ് മോർണിംഗും ഗോ ടു ടോയ്ലറ്റും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മിസ് ചെയ്യും എന്തായാലും. ആൻഡ് ഈ ഒരു 1 മന്ത് ശരിക്കും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഡേയ്സ് ആയിരുന്നു കേട്ടോ വിത്ത് ദ കിഡ്സ്. അപ്പോൾ ഇത് 8th കുട്ടികളാണ് കേട്ടോ. അങ്ങനെ എൻ്റെ 1 മന്ത് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ന്യൂസ് റീഡിങ് ഡേയുടെയൊക്കെ ചാർട്ടും വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ
ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. പക്ഷെ ഞാൻ 1 മന്ത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ നേരത്തെ കുട്ടികൾ എനിക്ക് തന്ന ഗിഫ്റ്റ് കേട്ടോ ഇതൊക്കെ. അതും സെക്കൻഡിലെ കുട്ടികളുടെ കുറേ ക്യൂട്ടായിട്ടുള്ള ലെറ്റേഴ്സൊക്കെ എനിക്ക് കിട്ടി. പിന്നെ 8ലെ കുട്ടികളുടെ ഗിഫ്റ്റും. ആൻഡ് ദീസ് ഗിഫ്റ്റ് ആർ സോ സ്പെഷ്യൽ ടു മീ. അങ്ങനെ 1 മന്തൊക്കെ കഴിഞ്ഞ് ശരിക്കും ഇനി മിസ് ചെയ്യലൊക്കെ നല്ലോണം മിസ് ചെയ്യും. പക്ഷേ എനിക്ക് PGക്ക് പോകാനുള്ള ടൈമായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ 1 മന്തിലെ എല്ലാ വീഡിയോസൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ കുട്ടി വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഒരു 1 മന്ത് ആസ് എ ടീച്ചർ ഇൻ സെയിൻറ്റ് ജോസഫ് സ്കൂൾ. സോ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഹേലോ. സോ ഫസ്റ്റ് പീരീഡ് എനിക്ക് ക്ലാസ് ഇല്ല. സെക്കൻഡ് പീരീഡാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. പിന്നെ 1 മന്ത് ശരിക്കും കിടുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേ ഒക്കെ ആയതുകൊണ്ട് ഞാൻ സാരി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പേഴ്സണലി സ്വന്തമായിട്ടുള്ള ആകെ ഒരു സാരി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫെയർവെൽ സാരിയാണ്. ബാക്കിയൊക്കെ അമ്മയുടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ചുരിദാർ ഇട്ടാൽ മതി ഇവിടെ. സോ നമ്മൾ സാരിയൊന്നും എല്ലാ ദിവസവും എടുത്തില്ല. യു ക്യാൻ സീ ഇൻ മൈ വ്ളോഗ്. അപ്പോൾ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ ഇത്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.